യെസ്, അങ്ങനെ മെസ്സി വരില്ല എന്ന് തീരുമാനമായി. കലൂർ സ്റ്റേഡിയത്തിൽ തിരക്കിട്ട പണികൾ നടക്കുകയായിരുന്നു. മരമൊക്കെ അനധികൃതമായി മുറിച്ചു മാറ്റി അങ്ങനെ കലൂർ സ്റ്റേഡിയം അങ്ങനെ ഭംഗിയാക്കാനുള്ള പരിപാടി. മെസ്സി വരില്ല എന്ന് അറിഞ്ഞതുകൂടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വലിയ വിവാദങ്ങളിലേക്ക് കടക്കുന്നത്. അതാണ്, മെസ്സി വരില്ല എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമായുള്ളൂ. വിവാദങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വിവാദം കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ വരുന്നതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടിയാണ്. കലൂർ സ്റ്റേഡിയം നവീകരണത്തിന് നൽകിയതിൽ വൻ ക്രമക്കേട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒപ്പുവെച്ച കരാറില്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർ നവീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ത്രികക്ഷി കരാറാണ് തീരുമാനിച്ചത്. എന്ന് വെച്ചാൽ GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ എന്നിവരുൾപ്പെട്ട ത്രികക്ഷി കരാറിനായിരുന്നു തീരുമാനം. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി തള്ളിയിരുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എസ് അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഗുഡ് മോർണിംഗ്. മുസ്തഫ, ഇന്നലെ ഇപ്പോൾ മെസ്സി വരില്ല എന്ന് വെച്ചാൽ മാർച്ചിലെ വിൻഡോയിൽ വരും, അതിനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് പൂർത്തിയാക്കുകയാണെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം സ്പോൺസർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി ഇപ്പോൾ അസന്നിഗ്ധമായത് തള്ളുകയും ഇനി വരില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതുവരെ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ ദുരൂഹതയും നിഗൂഢതയും നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന കൊണ്ട് മാത്രം തീരുന്നതല്ല. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ കരാർ അനുസരിച്ചല്ല ഈ സ്പോൺസർ മുന്നോട്ട് പോയത് എന്നാണോ ഇപ്പോൾ വ്യക്തമാകുന്നത്? അങ്ങനെയെങ്കിൽ ഈ ധാരണയും കരാറുമൊക്കെ ഏതെല്ലാം രീതിയിലാണ് സ്പോൺസർ മറികടന്നത്? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ ജിൽസെ. ഇതുവരെ ഉണ്ടായിരുന്ന പുകമറകൾ അത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി അക്കാര്യത്തിൽ ഏറെക്കുറെ മെസ്സി വരില്ല എന്നൊരു തീരുമാനം വരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മുതൽ ഉന്നയിക്കപ്പെടുന്ന പല കോണുകളിൽ നിന്ന് ഉന്നയിക്കപ്പെടുന്ന 70 കോടിയുടെ ഈ നിർമ്മാണ കരാർ പലതവണ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമ കൂടിയായിട്ടുള്ള ആൻഡ്രോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 70 കോടിയുടെ നിർമ്മാണം, അതിനുമായി ബന്ധപ്പെട്ട കരാർ നവംബർ 30 വരെയുള്ള കരാർ എന്നിങ്ങനെ പലതവണ നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ കരാറുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഒക്ടോബർ 7-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ത്രികക്ഷി കരാറായിരുന്നു ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത്. GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ എന്നിവരുൾപ്പെട്ട ഒരു കരാറായിരുന്നു. ആ കരാറിനായിരുന്നു നീക്കമുണ്ടായിരുന്നത്. ആ കരാറിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അന്തിമരൂപം ഇപ്പോഴും ആയിട്ടില്ല. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ്. ഇന്നലെ ചന്ദ്രപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ ഒരു കറക്റ്റായ ഒരു സമീപനത്തിന് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. മാത്രമല്ല ഈ ത്രികക്ഷി കരാർ അതിപ്പോഴും അതിൻ്റെ വാലിഡിറ്റി, അത് ഏത് തരത്തിൽ നടപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമവകുപ്പിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആ കരാർ ഇപ്പോഴും പ്രാബല്യത്തിൽ വരാതെയാണ് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി, അതായത് സ്പോൺസർ ഈ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഈ കരാറിൻ്റെ വാലിഡിറ്റി ഇല്ലാതെയാണ്. മാത്രമല്ല ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഡിയത്തിൻ്റെ അവകാശം തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചെങ്കിൽ പോലും മുഖ്യമന്ത്രി ആ യോഗത്തിൽ ഒക്ടോബർ 7-ന് ചേർന്ന യോഗത്തിൽ അത് തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അങ്ങനെ അവകാശവാദം വേണമെന്നുള്ളൊരു ആവശ്യം മുഖ്യമന്ത്രി തള്ളുകയും ആ യോഗത്തിൽ അങ്ങനെയുള്ള ആവശ്യം വന്നതോടുകൂടി തന്നെ ആ ആവശ്യം മുഖ്യമന്ത്രി തള്ളിയതോടുകൂടി തന്നെ അത്തരത്തിലൊരു ആവശ്യമില്ല, പകരം ഈ ത്രികക്ഷി കരാറാണ് നടപ്പിലാക്കേണ്ടത് എന്ന ശക്തമായ ഒരു നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ആ കരാറിൻ്റെ വാലിഡിറ്റി സംബന്ധിച്ച് അത് നിയമവകുപ്പിൽ ഏത് തരത്തിലാണ് നടപ്പാക്കേണ്ടത്, ആർക്കാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്ക് വരികയും ചെയ്തു. എന്തായാലും അത് ഇപ്പോഴും അന്തിമഘട്ടത്തിലായിട്ടില്ല. ആ കരാർ ഇപ്പോഴും വാലിഡ് ആയിട്ടില്ല, അത് ഫോം ചെയ്തിട്ട് പോലുമില്ല. അങ്ങനെ കരാറില്ലാതെ നിയമവകുപ്പിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ പെൻഡിങ് ആയിരിക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു GCDAയുടെ നിയന്ത്രണത്തിലിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടക്കം മുതൽ വരുന്ന ആക്ഷേപം ഇത് ആരാണ് പണം മുടക്കുന്നത്, ആരുടെ, സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ കീഴിലാണോ അതല്ല GCDA സ്വന്തമായി നിലയ്ക്കാണോ, ഈ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എയറിലുണ്ടായിരുന്നു, അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് ത്രികക്ഷി കരാറിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ റോൾ എന്തായിരുന്നു?